ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് ആഷ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഭയങ്കര ഈസി ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു സ്കിൻ കെയർ റെമഡിയാണ്. നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നു എന്നാൽ സ്കിന്നൊക്കെ ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലോയും ഒരു ബ്രൈറ്റ്നസ്സും ഒക്കെ നമ്മുടെ സ്കിന്നിന് തരാൻ പറ്റും ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിയാലോ. അതിനായി ഒരു ടേബിൾ സ്പൂൺ മുൾട്ടാണി മിട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മുൾട്ടാണി മിട്ടി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റനിങ്ങും അതുപോലെ വൈറ്റനിങ് എഫക്ട് തരാൻ വേണ്ടി അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ്. അതുപോലെ നമ്മുടെ സ്കിന്നിനൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്യും. പിന്നെ ഈ ഓയിലി സ്കിൻ ആയിട്ടുള്ളവർക്ക് എക്സസ് ഓയിലി പ്രൊഡക്ഷനൊക്കെ അത് കൺട്രോൾ ചെയ്യും. അതുപോലെ ആക്നീസ് ഒക്കെ വരുന്നത് കൺട്രോൾ ചെയ്യും. നമ്മുടെ സ്കിന്നൊരു നല്ല ക്ലീൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബ്രൈറ്റനിങ് ഒരു ഗ്ലോയി ആയിട്ടുള്ള സ്കിൻ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ് ഈ മുൾട്ടാണി മിട്ടി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ പച്ചമഞ്ഞളും എടുത്തിട്ടുണ്ട്. അതും നമ്മുടെ ആക്നി ഒക്കെ ഉള്ളവർക്ക് അത് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതിന്റെ കൂടെ 2 ടീസ്പൂൺ തൈരും എടുത്തിട്ടുണ്ട് കേട്ടോ. തൈര് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റനിങ് എഫക്ട് കിട്ടാനും അതുപോലെ പിഗ്മെന്റേഷൻസ് ഒക്കെ മാറാനും ടാൻ റിമൂവ് ആവാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ നല്ല ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ പാല് വേണം എടുക്കാൻ കേട്ടോ തൈരിന് പകരം. അപ്പം നമ്മുടെ സ്കിന്നിന് നല്ല ഒരു നറിഷ്മെന്റ് ഒക്കെ കിട്ടും. ഈ പാലിന്റെ കൂടെ കുറച്ച് ഹണിയും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതിന്റെ കൂടെ 1/2 ടീസ്പൂൺ റോസ് വാട്ടറും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലൊരു തിക്ക് പേസ്റ്റ് രൂപത്തിൽ എടുക്കുക കേട്ടോ. അതാ ഈ കൺസിസ്റ്റൻസിയിൽ നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് തന്നെ എടുക്കുക. ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ഇനി അത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇവിടെ എനിക്ക് ബ്രഷ് ഉള്ളത് കൊണ്ട് ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ. നമുക്ക് കൈ വെച്ച് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ദേ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫുൾ ഫേസിൽ നമ്മൾ നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും താഴേക്ക് അപ്ലൈ ചെയ്യാതെ മേളിലേക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കണം കേട്ടോ. ഞാൻ എന്റെ ഫുൾ ഫേസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി 10 to 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. 10 to 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ എന്റെ സ്കിന്നിൽ അത് അബ്സോർബ് ആയി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഡ്രൈ ആവുന്നത് വരെ ഇരിക്കരുത്. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് തന്നെ കൈ ഒന്ന് നനച്ച് ഒന്ന് മസാജ് കൊടുത്തിട്ട് വാഷ് ഓഫ് ചെയ്യാം കേട്ടോ. ഞാൻ എന്താ എന്റെ ഫേസ് നല്ല പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്തിട്ട് വന്നേക്കുവാണ്. നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് മനസ്സിലായോ? പെട്ടെന്ന് തന്നെ എന്റെ സ്കിന്ന് നല്ലൊരു വൈറ്റനിങ് ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയൊരു ഗ്ലോയും ഉണ്ട്. എന്റെ മൂക്കിന്റെ അവിടെയും ഒരു ഫോർഹെഡിന്റെ അവിടെയൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു ഗ്ലോ ഒക്കെ തോന്നുന്നുണ്ട്. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ ഇത്. നല്ല ഓയിലി സ്കിൻ ആയിട്ടുള്ളവർ വീക്കിലി ത്രൈസ് ഒക്കെ യൂസ് ചെയ്യുക. നല്ല ഡ്രൈ ആയിട്ടുള്ളവരാണ് ഈ വീക്കിലി വൺസ് മാത്രമേ യൂസ് ചെയ്യുക കേട്ടോ. ഇത് നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് തരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മാസ്ക് ആണ്. കണ്ടോ എന്റെ ഫേസിൽ ആ ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്ക് ഇനിയും കാണുന്നതായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ഗൈസ്.